നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2026 ഏപ്രിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. കൂടാതെ CPM-നെതിരെ വലിയ രീതിയിൽ ഓരോ വിമർശനവും ഉയരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണ് എന്ന് ഓരോ സമ്മേളനത്തിലും പറയുമ്പോഴും വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് പാർട്ടിയുടെ അണിയറയിൽ ഒരുങ്ങുന്നത്. അതായത് യുവാക്കൾക്ക് ഒരു മുൻഗണന നൽകിക്കൊണ്ട് പ്രായമായ ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് പ്രായമായ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യുവാക്കൾ ഇനി ഒരു MLA സ്ഥാനത്തേക്ക് വരണം എന്ന രീതിയിലേക്ക് ഒരു നീക്കമാണ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുകയും കൂടാതെ ഉപതെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷം കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം CPM നേരിട്ടതോടെയാണ് ഒരു കാര്യം വ്യക്തമായത്. അതായത് ഭരണവിരുദ്ധ വികാരം CPM-നെതിരെ ഉണ്ട് എന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ കളത്തിലിറക്കി വോട്ട് പിടിക്കാൻ ഒരു നീക്കം ഇപ്പോൾ CPM-ന്റെ അണിയറയിൽ ഒരുങ്ങുന്നത്. ആര്യ രാജേന്ദ്രനെ മേയറാക്കി യുവാക്കളുടെ ഇടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിരുന്നു. അതായത് CPM-ന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നത് CPM യുവാക്കളെ പരിഗണിക്കുന്നു എന്ന ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത്. പക്ഷെ അത് ആന മണ്ടത്തരമായി പോയി എന്ന് തന്നെ CPM നേതാക്കൾ തന്നെ പറയുന്നു. കൂടാതെ CPM-ന് തന്നെ അതൊരു വലിയൊരു തലവേദനയായി മാറുകയും ചെയ്തു. ആര്യ രാജേന്ദ്രനെ നിയമിച്ചത് വഴി കോർപ്പറേഷനിൽ ഓരോ ദിവസവും പിൻവാതിൽ നിയമമടക്കം വലിയ അഴിമതികളാണ് പുറത്തേക്ക് വന്നത്. അത് വലിയൊരു ചർച്ചയായി മാറി. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് വലിയൊരു താല്പര്യം ഇല്ല എന്ന നിഗമനത്തിലാണ് CPM ഇപ്പോൾ ഉള്ളത്. പക്ഷേ കേരളത്തിൽ BJP-യുടെ വളർച്ച BJP-യെ സംബന്ധിച്ചിടത്തോളം CPM-ന് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, ഇക്കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് BJP-യുടെ വോട്ട് വിഹിതം എങ്ങനെയാണെന്ന്. ഓരോ മണ്ഡലത്തിലും BJP-യുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ ഒരു വർധനവുണ്ടാകുന്നു. CPM-നെയും കോൺഗ്രസിനെയും വരെ ഞെട്ടിച്ചുകൊണ്ട് BJP വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്കിന്റെ ഒരു വർധനവ് തന്നെ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ വോട്ട് ബാങ്കിൽ BJP വരുത്തുന്നു. കൂടാതെ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെ പരമ്പരാഗതമായി CPM-നും കോൺഗ്രസിനും കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെ അത് ഒരു വിഘടിക്കുന്ന രീതിയിലേക്ക് അതെല്ലാം തന്നെ സ്പ്ലിറ്റായി നേരെ BJP-യുടെ വോട്ട് ബാങ്കിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിൽ വലിയ രീതിയിൽ BJP-ക്ക് വലിയൊരു വോട്ട് ബാങ്ക് വർധന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് ഇക്കുറിയും ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലാണ് CPM-ന് മുന്നിലുള്ളത്. കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ CPM വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അതീവ നിർണായകമാണ്. കാരണം ഒരു ഫൈനൽ പരീക്ഷ പോലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം അടക്കം ഉറ്റുനോക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരുന്ന ഒരു മെയിൻ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ഒരു പ്രിലിം എക്സാം ആണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു വോട്ട് വർധനവുണ്ടാകും, അല്ലെങ്കിൽ ഏത് പാർട്ടി ജയിക്കും, അവർക്കായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണും പൂട്ടിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് കടക്കാനാവുക. CPM-ന്റെ ഇപ്പോൾ തന്നെ CPM-ന് ഒരു പരാജയം ഒരു മണത്ത് കഴിഞ്ഞാൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം CPM-ന് അടിപതറിയാൻ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കേണ്ടി വരില്ല എന്നതാണ് വസ്തുത. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തന്നെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചും കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചും പ്രതീകാത്മക സ്ഥാനാർത്ഥികളെ BJP അണിയറയിൽ ഒരുക്കിയിരുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതോടുകൂടിയാണ് BJP ആ ഒരു നീക്കത്തിലേക്ക് കടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കണമെന്നതും BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാശിയായി തന്നെ മാറിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ ഇതാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ സന്നാഹങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സമീപകാലത്ത് ഒന്നും കാണാത്ത ഒരു രൂപത്തിൽ വാശിയേറിയ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നതും ഉറപ്പാണ്. പുതിയ തലമുറയെ കാര്യമായി പരിഗണിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മിക്ക പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകാനാണ് സാധ്യത. CPM-ലേക്ക് വരുമ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റിനെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ശിവപ്രസാദിന്റെ ആലപ്പുഴയിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ നീക്കം. കായംകുളം MLA പ്രതിഭയുടെ 2 ടേം പൂർത്തിയായതിനാൽ ഈ മണ്ഡലത്തിൽ ശിവപ്രസാദിനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ
കണ്ണൂരിലെ ഏതെങ്കിലും മത്സരത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കവും CPM-നുണ്ട്. കാരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കെതിരെ പാർട്ടി നടപടി വന്ന സാഹചര്യവും KK ശൈലജ 2 ടേം പൂർത്തിയാക്കിയ സാഹചര്യവും അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഭാവി വാഗ്ദാനമായാണ് അനുശ്രീയെ നേതൃത്വം കാണുന്നത്. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ CPM-ന്റെ മറ്റൊരു കോട്ടയായ പാലക്കാട് ജില്ലയിൽ നിന്നാണ് മത്സരിക്കുക എന്ന തീരുമാനമാണ് ഉള്ളത്. കൂടാതെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ചിലപ്പോൾ നേമത്ത് മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും CPM തള്ളിക്കളയുന്നില്ല. മുകേഷിനെ മാറ്റി നിർത്തി ചിന്താ ജെറോം മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മുകേഷിനെ MLA ആയത് വലിയ രീതിയിൽ CPM-ന് തന്നെ തലവേദനയായി, നാണക്കേടുണ്ടാകുന്ന രീതിയിലേക്ക് ഇവരെ കാര്യങ്ങളെത്തി. കൊല്ലത്ത് പാർട്ടി സമ്മേളനം നടത്തിയപ്പോൾ പോലും മുകേഷ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന ഒരു കർശനമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശക്തമായ ഒരു താക്കീത് തന്നെ അല്ലെങ്കിൽ നിർദ്ദേശം തന്നെ പാർട്ടി മുകേഷിന് നൽകിയിരുന്നു. അങ്ങനെ പല പെൺവിഷയങ്ങളടക്കം മുകേഷിന് വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായപ്പോൾ തന്നെ അത് പാർട്ടി വലിയ പ്രതിരോധത്തിലായി. അതുകൊണ്ട് തന്നെ ഇനി മുകേഷ് MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തി നിൽക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാന കാര്യം, യുവജന വിദ്യാർത്ഥി നേതാക്കൾ മത്സരിക്കുമ്പോൾ എന്താകും അവസ്ഥ എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. കാരണം ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണ്, ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊന്നും അറിഞ്ഞൂടാത്ത ഒരു, ഇപ്പോൾ തന്നെ അതായത് ഈ മുട്ടയെന്ന് വിരിഞ്ഞ പ്രായം, അങ്ങനെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രായമുള്ള ഇവർ ഒരു MLA ആയി കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആര്യ രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ മേയർ ആയപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയുടെ വികസനം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പരിതാപകരമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഇപ്പോൾ പ്രായമേറിയ നേതാക്കൾ തന്നെ ഇപ്പോൾ മന്ത്രി കസേരയിൽ ഇരുന്നിട്ട് പോലും അവർക്കൊരു വികസനം കൊണ്ടുവരാൻ സാധിക്കാത്ത ആളുകൾ, ഒന്നും വലിയൊരു പരിചയം പോലും ഇല്ലാത്ത ഈ യുവജന സംഘങ്ങൾ MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ചാൽ നാടിന്റെ ഭാവി എന്താകും എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കൂടാതെ ഇവർക്കെതിരെ എന്തെങ്കിലും പൊളിറ്റിക്കൽ എക്സാം, അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പരീക്ഷ അങ്ങനെ എന്തെങ്കിലും നടത്തിയതിനു ശേഷം മാത്രം ഈ പൊതുജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നതും ഒരു ജനങ്ങൾ, അത് നവമാധ്യമങ്ങളിലടക്കം എപ്പോഴും ജനങ്ങൾ ഉയർത്തുന്ന ഒരു ആവശ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.